നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഞാൻ പിണക്കവ, ഇനി മിണ്ടത്തില്ല, ഇതൊക്കെ പറഞ്ഞ് പരിഭവിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളും ഇപ്പോഴും പിണക്കത്തിലാണ്. പാലക്കാട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒന്ന് കൊഴുപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് എത്തിയിരുന്നു. കൊടും ചൂടിലും വാടാതെ തളരാതെയായിരുന്നു നിരത്തുകളിലൂടെയുള്ള മോദിയുടെ വാഹനയാത്ര. എന്നാൽ അതിനിടയിലും ചെറിയ കല്ലുകടി ഉണ്ടായിട്ടുണ്ട്. വേറെ ആരുമല്ല, മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി അബ്ദുൽ സലാമാണ്. റോഡ് ഷോയിൽ മോദിക്കൊപ്പം നിൽക്കാൻ ഇടം ലഭിക്കാത്തതിനെ തുടർന്ന് പരിഭവിച്ച് മടങ്ങിപ്പോയി. പട്ടികയിൽ പേരുണ്ടെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ SPG ലിസ്റ്റിൽ പേരില്ല എന്നറിഞ്ഞത് പ്രധാനമന്ത്രി വന്ന ശേഷമാണ്. മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ് സ്വീകരിച്ചത്. പിന്നാലെ അദ്ദേഹം റോഡ് മാർഗം കോട്ട മൈതാനത്തേക്കെത്തി. 5 വിളക്ക് പരിസരത്ത് നിന്നുമായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. കോട്ട മൈതാനത്തെ 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം വരെയായിരുന്നു റോഡ് ഷോ ഉണ്ടായിരുന്നത്. പാലക്കാട്, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും മോദിക്കൊപ്പം തുറന്ന ജീപ്പിലുണ്ടായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറായ അബ്ദുൽ സലാം 2019 BJPയിലെത്തിയത്. 195 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട BJP സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരേയൊരു മുസ്ലിം മുഖമായിരുന്നു അബ്ദുൽ സലാം. തിരൂർ സ്വദേശിയായ അദ്ദേഹം 2011 മുതൽ 2015 വരെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നു. അതേസമയം ഇത്രയും തിരക്കുള്ളപ്പോൾ ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്ന പ്രതികരണമാണ് അബ്ദുൽ സലാം മാധ്യമങ്ങൾക്ക് നൽകിയത്. തനിക്ക് പരിഭവമില്ല, മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അദ്ദേഹം ഓക്കെ എന്ന് മറുപടി നൽകിയെന്നും ഷെയ്ഖ് ഹാൻഡ് നൽകിയെന്നും ഒക്കെ അബ്ദുൽ സലാം പ്രതികരിച്ചു. എന്നാൽ മാധ്യമങ്ങളോട് നിരാശ പ്രകടിപ്പിച്ചെങ്കിലും ഡൽഹിയിൽ നിന്നും വന്ന ലിസ്റ്റല്ലേ എന്ന ചോദ്യത്തിന് അതൊന്നും പറയേണ്ട എന്ന് അദ്ദേഹം പ്രവർത്തകരോട് നീരസം പ്രകടിപ്പിച്ചതായും വിവരമുണ്ട്. പരസ്യമായി പ്രതിഷേധിക്കേണ്ടെന്നില്ല എന്ന നിലപാടിലാണ് അബ്ദുൽ സലാം ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോ രാഷ്ട്രീയക്കാർ ഫുൾ പിണക്കത്തിലാണ്. സോണിയാഗാന്ധിക്കൊപ്പം വണ്ടിയിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയാണ് പത്മജ കോൺഗ്രസ് വിട്ട് BJPയിൽ പോയത്. അവിടെയും ചിലപ്പോ വേറൊരു വണ്ടി പ്രശ്നം. മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞ് പാവത്തി ആരോ പറ്റിച്ചു. മലപ്പുറം സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനാണ്. മോദിക്കൊപ്പം കയറിയപ്പോഴായിരുന്നു താൻ സ്ഥാനാർത്ഥിയല്ല എന്ന് സലാം മനസ്സിലാക്കിയത്. ഇതിപ്പോ തൃശ്ശൂർ പ്രതാപന് വേണ്ടി ഒരുക്കിയിട്ട് മുരളീധരന് കൊടുത്ത പോലെ ആയിപ്പോയി. ഇലയിട്ട് അവസാനം ചോറില്ല എന്ന് പറയുന്നത് പോലെ. അഥവാ മലപ്പുറത്ത് നിന്നും സലാം MP ആയിരുന്നാൽ ചെറിയ കാര്യത്തിന് പിഴങ്ങി മണ്ഡലവും അടച്ച് വീട്ടിലിരിക്കുമോ എന്തോ. തൽക്കാലം പ്രതികരിക്കേണ്ട ഇല്ല എന്നാണ് തീരുമാനമെങ്കിലും നിലവിൽ കഷ്ടപ്പെടുന്നവർക്ക് അർഹമായ സ്ഥാനം BJP നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഒഴിയാൻ കാത്തു നിൽക്കുന്നവരുടെ കൂടെ കൂടുമോ എന്നും അറിയില്ല.